ഇന്നത്തെ ബൈബിൾ സ്റ്റഡി നമുക്ക് ഇങ്ങനെ നടത്താനായിട്ട് കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും ബിസി ആയിട്ടുള്ള ഒരാഴ്ചയാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞാൻ യാത്രയിലാണ്. അതുപോലെ അബ്രാം പാസ്റ്ററും ഇടയ്ക്ക് ചില മീറ്റിങ്ങും ഒക്കെ ഉണ്ട്. ബിജോ പാസ്റ്റർ ഈ ആഴ്ച വരത്തേയില്ല എന്ന് പറഞ്ഞേക്കാണ്. അദ്ദേഹത്തിന് സ്പെഷ്യൽ മീറ്റിങ്ങും മറ്റു ചില കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹവും കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് മുടങ്ങിപ്പോകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലുമൊക്കെ നടത്തണം എന്നൊരു ചിന്തയുണ്ട്. ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പലവട്ടം നമ്മളിത് കേട്ടിട്ടുണ്ട്. പറയുമ്പം തന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു പേരില് നീ ഒരാളുടെ നേരെ ചൂണ്ടിയാൽ 4 പേരില് നിന്റെ നേരെയാ, 3 പേരിലോ നിന്റെ നേരെയാ ഇരിക്കുന്നതെന്ന് പറഞ്ഞതുപോലുള്ള ഒരു പ്രസംഗമാണ് ഈ പ്രസംഗം. കാരണം നമുക്ക് ആർക്കും നമ്മുടെ സ്വയത്തിലോ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ നമുക്ക് ആരോടും ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ള കഴിവില്ല. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കപ്പോഴും പരമാവധി തിരിച്ചു പറയാനും തിരിച്ചു ചെയ്യാനും നമ്മൾ ശ്രമിക്കും. അതും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഓർത്തു വെച്ചുകൊണ്ട് ഇരിക്കും. അവസരം കിട്ടുമ്പം അതിന് നമ്മൾ പ്രതികാരം ചെയ്യും, മറുപടി പറയും എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൃദയപൂർവം എന്ന് ഈ വാക്ക് എത്ര അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ ഇന്നലെ തൊട്ട് ആലോചിക്കുക. സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ ബ്രദറെ സോറി, സാരമില്ല പോട്ടെ എന്ന് പറയുമെങ്കിലും സാരമില്ലാത്തതൊന്നും അല്ല. നമ്മളൊരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്കാണ് നമുക്കുള്ളത്. വലിയൊരു ക്ഷമിക്കുന്ന വിശാല ഹൃദയമാണ് നമുക്കുള്ളതെന്ന് മറ്റുള്ളവർ പിന്നെ കാണിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നേ അല്ലാതെ നമുക്ക് പലപ്പോഴും അത് ഹർട്ട് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ഓർമ്മയുണ്ട്. ചില അവസരങ്ങളിൽ തിരിച്ചു പറയാറുണ്ട്. അത് പുറത്തു മാത്രമല്ല, ക്രിസ്തീയ ശുശ്രൂഷയിൽ പോലും നമുക്കത് കാണാനായിട്ട് കഴിയും. പലപ്പോഴും അവര് തന്നെ അറിയാതെ അവര് പ്രതികാര വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ പലപ്പോഴും പല സ്ഥലത്തും കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പം അത് കാണിക്കുന്നത് രൂപാന്തരപ്പെടാത്ത ഒരു ഹൃദയത്തിന്റെ അനുഭവമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം ഇവിടെയും ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, കർത്താവ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് കഴിഞ്ഞ ദിവസം 18-ാം അധ്യായം 18-ാം വാക്യം, ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനോട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്ന് ഉള്ളത്. ക്ഷമിക്കുന്നത് അപ്പോൾ തന്നെ ക്ഷമിക്കണം. എന്നാലും ആ ക്ഷമയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ആ ക്ഷമ പകർന്നു കൊടുക്കാനായിട്ട് കർത്താവ് വെച്ചിരിക്കുന്ന ചില രീതികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. ആദ്യം അവൻ ഒറ്റയ്ക്കുള്ളപ്പം പോയി പറയുക, പിന്നെ 2 സാക്ഷികളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി പറയുക, പിന്നെ സഭയോട് പറയുക. എന്നിട്ടും അവൻ കേൾക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് എന്ന് വെച്ചാൽ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നോ ഒന്നും അല്ല പറഞ്ഞേക്കുന്നത്. നിനക്ക് അവൻ ഒരു അവിശ്വാസിയെ പോലെ, അല്ലെങ്കിൽ നിനക്ക് അവനൊരു പുറത്തുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരിക്കട്ടെ എന്ന്. സഭയെയും കൂട്ടാക്കാൻ ഞാൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. ദൈവം എന്ന് വെച്ച് ദൈവം അവന് മാനസാന്തരം കൊടുക്കത്തില്ല എന്നല്ല. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം. ഇത് നമ്മൾ ദൈവ വചനം പഠിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മൾ മൂപ്പന്മാരുടെയും അതുപോലെ ഈ ഡീക്കന്മാരുടെയും ഒക്കെ യോഗ്യതകൾ വായിക്കുന്ന സ്ഥലത്ത് വായിക്കുന്നുണ്ട്. ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകെ കൊണ്ട് അവർക്ക് ദൈവം മാനസാന്തരം നൽകുമോ എന്ന് വെച്ച് ക്ഷമയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ദൈവം അവന് മാനസാന്തരം കൊടുത്തിട്ടില്ല, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും കൊടുത്തിട്ടില്ല. എന്നാൽ ദൈവം അവന് മാനസാന്തരം നൽകാൻ വിശ്വസ്തനാണ്, ആ മാനസാന്തരം നടത്താൻ വിശ്വസ്തനാണ് എന്നുള്ള ആ പ്രത്യാശയോടുകൂടെയാണ് ഒരു വ്യക്തിയെ പഠിപ്പിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വെച്ച് അവൻ രക്ഷിക്കപ്പെടുകയില്ലെന്നോ അവൻ ദൈവത്തെ അറിയലെന്നോ മാനസാന്തരപ്പെടുകയില്ലെന്നോ അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ തന്നെ ഇരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. വിവിധ സാഹചര്യങ്ങളിലൂടെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പിന്നത്തേതിൽ അവര് മാനസാന്തരത്തിലേക്ക് നിശ്ചയമായിട്ട് കാണുന്നത്. എന്റെ ജീവിതത്തിൽ വളരെ ഇതായിട്ട് എന്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ഒക്കെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനമാണ് വർഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അന്ന് കാലത്ത് എന്നെ എതിർത്തവരുണ്ട്, തെറി വിളിച്ചവരുണ്ട്, തല്ലാൻ വന്നവരുണ്ട്, അതുപോലെ പല നിലകളിൽ എന്നോട് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്.
പിന്നത്തേതിൽ പലരും എന്നെ വിളിച്ചിട്ട്, എന്റെ ബ്രദറെ ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തെ അറിഞ്ഞു, അന്ന് ബ്രദർ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് തിരിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ ചെറുപ്പക്കാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമല്ല. അത് നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം അന്ന് ഞാൻ അവന്റെ ആ പ്രതികരണം വെച്ചിട്ടല്ല ഞാൻ ആ വ്യക്തിയെ ഇന്ന് അളക്കേണ്ടത്. ഇന്ന് അദ്ദേഹം രൂപാന്തരപ്പെട്ടു, ദൈവം എന്നെ പെടുത്തിയതുപോലെ തന്നെ ആ വ്യക്തികളോടും സംസാരിക്കുന്നുണ്ട്, രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമുക്ക് ആരെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവൻ നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി എന്നൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം കർത്താവ് അവന്റെ ജീവിതത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും മാനസാന്തരം കൊടുക്കുക. അങ്ങനെ ഈ ക്ഷമിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. 2 3 പേർ കൂടി വരുന്നതും ഇതിനോടുള്ള ബന്ധത്തിലാണ്. അപ്പം അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പത്രോസ്ലിഹ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് എത്ര വട്ടം പിഴച്ചാൽ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? അപ്പൊ അന്ന് പോപ്പുലർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു, പരീശന്മാരുടെയൊക്കെ ഒരു അഡ്വൈസ് ആയിരുന്നു, 3 വട്ടം പിഴച്ചാൽ മതി, 3 വട്ടം പിഴച്ചാൽ ക്ഷമിച്ചാൽ മതി, അതിൽ കൂടുതൽ വേണ്ട എന്നൊരു ഒരു ഒരു പ്രാക്ടീസും ഒരു ഉപദേശവും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് പത്രോസ്ലിഹ ചോദിക്കുന്നത്. 3 വട്ടം അദ്ദേഹം വിട്ടു, എന്നിട്ട് പരിധിയില്ലാത്ത ക്ഷമ ആണ് കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ കേട്ടല്ലോ. എന്നാൽ ആ 3 വട്ടത്തെ ഡബിൾ ആക്കിയിട്ട് അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി, 3 3 6 1 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 7 വട്ടം ക്ഷമിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നു ആ വാക്ക് 17-ന്റെ ആദ്യത്തെ ഭാഗത്താണ്. 17-ാം അധ്യായം 4-ാം വാക്യം, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക എന്ന് കർത്താവ് അവിടെ പറഞ്ഞു. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 70 വട്ടം എന്ന് പറയുന്നതിലൂടെ, അത് മിനിറ്റിന്റെ ഒക്കെ കണക്ക് ദൈവദാസൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞാലും നീ ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പത്രോസ് ആ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താ? കർത്താവെ അങ്ങനെ അങ്ങ് അനന്തമായി ക്ഷമിക്കണമെന്നാണോ പറഞ്ഞേക്കുന്നതിന്റെ കാര്യം എന്നുള്ളത് ചോദിക്കുമ്പോൾ, അങ്ങനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി ഒരു വട്ടം കൂടെ ഞാൻ അവന്റെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ ഒരു ക്ഷമിക്കും, അതിനപ്പുറം എന്റെ സ്വന്തപ്പെട്ടവനാണ്, സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നവര് സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ തന്നെ ഇതുപോലുള്ള ഇഷ്യൂ ഉള്ളത് നമുക്കറിയാമല്ലോ. നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെ എന്നുള്ളത് ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പുറത്തുള്ള ആൾക്കാരൊന്നും അല്ല, പലപ്പോഴും നമ്മളെ പകയ്ക്കുകയും നമുക്ക് ക്ഷമയുടെ പ്രശ്നം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ തന്നെയാണ്. കാരണം അവരുമായിട്ടാണല്ലോ നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്, അതാ അതിന്റെ കാര്യം. അല്ലാതെ അവര് ശത്രുക്കളായിട്ട് ജനിച്ചത് കൊണ്ടൊന്നുമല്ല. എന്റെ അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു, അന്ന് നമ്മൾ ഇതിലൊന്നും വിശ്വാസമില്ല, ശത്രുക്കളാണ് അടുത്ത ജന്മത്തിൽ മക്കളായിട്ട് ജനിക്കുന്നത് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടില്ല, കാരണം ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം 2 വ്യക്തിത്വങ്ങളാണ്, 2 ചിന്താഗതിയുള്ളവരാണ്, 2 കാഴ്ചപ്പാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലോ അപ്പനും മക്കളും തമ്മിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള പ്രശ്നം തന്നെ ക്ഷമയുടെ പ്രശ്നമാണ്. അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. രാഷ്ട്രങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഒക്കെ ഉള്ള പ്രശ്നം ആക്ച്വലി അത് ക്ഷമയുടെ പ്രശ്നമാണ്. ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമ എവിടം വരെ ആകാം? അപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ 2 വട്ടം പറഞ്ഞു. നമുക്കറിയാലോ നമ്മുടെയൊക്കെ പ്രശ്നം വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ല. ഞാൻ ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്യും. കുളിച്ചാച്ചി വന്ന് തോർത്ത് കൊണ്ടുവന്ന് കട്ടിലേലിടരുത്, എത്ര ദിവസം പറഞ്ഞാലും ചിലപ്പോൾ ഇടും. അന്നേരം നമുക്ക് 2 വട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു, 4 വട്ടം പറഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്ത് അത് വെക്കണം. അതുപോലെ ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും തുടങ്ങുന്നത്. കുടുംബ പ്രശ്നങ്ങളായിട്ട് ഭർത്താവും ഭാര്യയും നമ്മളിൽ വേർപിരിയുന്ന പ്രശ്നങ്ങളായിട്ട് വരെ ഇതൊക്കെ തീരുന്നത് ഈ സില്ലി ആയിട്ടുള്ള പ്രശ്നങ്ങളാ, ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാ. ഒരാളൊന്ന് താന്നു കൊടുത്താൽ, ഒരാളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പുള്ളി അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല, ഞാൻ അവർക്ക് വേണ്ടി അത് ഞാൻ ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്നതോടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ അതുപോലും നമുക്ക് പലപ്പോഴും അത് ആ തരത്തിൽ ഇത്ര സിമ്പിൾ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പല വ്യക്തികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുന്നതും ഭാര്യയെ പിരിഞ്ഞ്, ഭർത്താവിനെ പിരിഞ്ഞ്, മക്കളെ പിരിഞ്ഞ്, അതുപോലെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ
പലരും ഈ പ്രശ്നങ്ങളൊക്കെ ആത്മീയവൽക്കരിക്കാറുണ്ട്. ക്രിസ്തുവിനെ പ്രതിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാലും ക്രിസ്തുവിനെ പ്രതിയുള്ളത് വളരെ കുറവാ. ഇതുപോലുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് അവരുടെ കുടുംബത്തെ ഛിദ്രമാക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? ആരാണ് വലിയവൻ, ആരാണ് ഈ രീതിയിലാ കാര്യങ്ങൾ പോകുന്നത്. വ്യക്തികൾ തമ്മില്, സംസ്ഥാനങ്ങൾ തമ്മില്, അതുപോലെ കർത്താവ് പറഞ്ഞ പോലെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ? ഇതുപോലുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനും പർവ്വതീകരിക്കാനും ഒക്കെ പിശാച് ശ്രമിക്കുന്നു എന്നുള്ളതാ. ഈ രണ്ട് പക്ഷത്തും പോയി വക്കാലത്തെടുക്കുന്ന ഒരു വക്കീലാണ് പിശാച്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കും, നിന്നോട് അങ്ങനെ പറഞ്ഞോ, നീയല്ലേ ഈ കുടുംബത്തിന്റെ ഏറ്റവും എന്താ തൂണായിട്ട് നിൽക്കുന്ന ആള്, നിന്നെ അവൻ അവഗണിച്ചോ, അങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു, നിന്നെ പിടിച്ച് കറവ പശു പോലാക്കുക, അല്ലെങ്കിൽ നിന്നെ ഇതുപോലെയൊക്കെ ചെയ്യുക, ഇതാന്നൊക്കെ എന്തെല്ലാം നിലയിലുള്ള ഇന്റർപ്രിട്ടേഷൻസാ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികൾ എന്നറിയപ്പെടുന്ന ബലഹീന സഹോദരന്മാര് മുഖാന്തരം നമ്മുടെ ചെവിയിൽ എത്തിക്കുന്നത്. സാത്താനെ എന്ന് കർത്താവ് പിശാചിനെ ശാസിച്ച പോലെ പലപ്പോഴും ശാസിക്കേണ്ട സാഹചര്യങ്ങളാ. എന്നാൽ നമ്മളോട് സിമ്പതൈസ് ചെയ്യുകയും നമ്മുടെ സൈഡ് പറയുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മളത് അറിയാതെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ ആ പ്രശ്നത്തിന്റെ ഒരു ഭാഗം, ഒരു അറ്റത്തേക്ക് നമ്മൾ മാറുകയും അതിലൊരു പാർട്ടിയായിട്ട് തീരുകയും ഒക്കെ ചെയ്യുക പലപ്പോഴും ചെയ്യുന്നത്. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ഒഴിയേണ്ട കാര്യം. കാരണം നമ്മുടെ അടുത്ത് ഇത് പറയുമ്പോൾ തന്നെ പിശാച് മറ്റേ വ്യക്തിയുടെ ഹൃദയത്തിലും പോയി അവിടെയും പോയി പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം നമുക്കറിയാമല്ലോ, നേരത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. നമ്മളെ കൊണ്ട് ജീവൻ പോയാലും ക്ഷമിപ്പിക്കാതിരിക്കുക, ക്ഷമ കൊടുക്കാതിരിക്കുക, ക്ഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് അവൻ പയറ്റുന്ന തന്ത്രം. അവിടെ അറിയാം, ആ സഹോദരൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ അവനോട് അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സഹോദരനോട് പറഞ്ഞു അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ. എന്നാൽ ഇന്ന് പൊതുവെ കാണുന്നത് അത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മുടെ പ്രതികാരവും നമ്മുടെ മനസ്സിലെ വെറുപ്പും ഒക്കെ ആളിക്കെത്തിക്കുന്ന നിലയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നമ്മുടെ പൊതുവെയുള്ള സമൂഹത്തിന്റെ അവസ്ഥ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാമല്ലോ. കാരണം പിശാച് ഒരിക്കലും ആരും ചേർന്നിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും പിരിച്ചുകൊണ്ട് അവൻ അന്ന് തുടങ്ങിയ ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അവന്റെ ആ രീതി അവൻ ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സെൽഫ് പിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് നമ്മളോടുള്ള ആ സ്നേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അവൻ അതിനെ വർദ്ധിപ്പിക്കുന്നു, ആളിക്കെത്തിക്കുന്നു എന്നൊക്കെയുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ ഈ പ്രശ്നമൊന്നുമില്ല, ചെറിയ നമ്മൾ പറയുന്ന പോലെ ഉള്ളി പൊളിച്ച പോലത്തെ പ്രശ്നമേ ഉള്ളെന്നുള്ളതല്ലേ സത്യം. എന്നാൽ പോയി ഐ ആം സോറി, ഐ വാസ് റോങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മാറ്റർ. അതിൽ എനിക്കായിരുന്നു കുഴപ്പമുണ്ടായിരുന്ന ബ്രദറെ, അല്ലെങ്കിൽ ഇച്ചായ എനിക്ക് ആ പ്രശ്നം പറ്റിയത്, എന്റെ പ്രിയ സഹോദരി എനിക്ക് അതിൽ പ്രശ്നം പറ്റിയത്, നീ പറഞ്ഞതൊന്നും തെറ്റല്ല, അന്ന് ഞാൻ അന്നേരം ഇത്രയൊന്ന് പറഞ്ഞാൽ തീരുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാ നമ്മൾ വലിച്ചോണ്ട് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതെന്നിട്ട് ഇത് വെച്ചിട്ടിരുന്ന് കണ്ണും തുറന്ന് വെച്ചിരുന്ന് ബൈബിള് വായിക്കുക. അപ്പൊ ബൈബിള് വായിക്കുമ്പോൾ നമ്മളോട് എന്തോ ഇടപെടേണ്ടത്, നമ്മുടെ ഹൃദയത്തോട് എന്താ ഇടപെടേണ്ടിയേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കപടഭക്തിക്കാരായി പോകാതിരിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം. കർത്താവെ, ഒന്നുമില്ലെങ്കിൽ എനിക്കതിന് കഴിയുന്നില്ല കർത്താവെ എന്നെങ്കിലും നമുക്ക് ദൈവത്തോട് പറയാം. പണ്ടാരോ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവെ, ഇതൊക്കെ ശരിയായി പറയുന്നത്, എന്നാൽ ഇപ്പൊ അതൊന്നും അനുസരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല, എന്നാൽ അത് അനുസരിക്കാനുള്ള മനസ്സ് കിട്ടാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഐ ആം വില്ലിങ് ടു ബി വില്ലിങ് എന്ന് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ഇന്ന് ഐ എം നോട്ട് വില്ലിങ് നൗ, ബട്ട് ഐ എം വില്ലിങ് ടു ബി വില്ലിങ്. എപ്പോഴെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഞാനത് അത്രയെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതായിട്ടുള്ള ക്ഷമയെന്ന് പറയുന്നത് പരിധിയില്ലാത്ത ക്ഷമയാണ്, പരിധിയില്ലാത്ത ഒരു ക്ഷമയാണ്. അത് എത്ര വട്ടം നമ്മൾ കർത്താവിനോട് പറഞ്ഞാലും, എത്ര വട്ടം നാണം കെട്ട് പറഞ്ഞാലും, അവസാനം ആരോ ഒരു വിശുദ്ധൻ പണ്ട് ചോദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, കർത്താവ് ഇങ്ങനെ ഒരു പാപിയായ എന്നോട് ക്ഷമിക്കാൻ നിനക്ക് നാണമില്ലേ കർത്താവ് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ആരായതാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യം അതുപോലെ തന്നെയാ. കർത്താവ്, എനിക്ക് ചോദിക്കാനായിട്ട് നാണമുണ്ട്, പലവട്ടം ഞാൻ നിന്റെ സന്നിധി പറഞ്ഞതാണ്, പലവട്ടം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാണ്, പലവട്ടം അങ്ങനെ ആലോചിക്കത്തില്ലെന്ന് പറഞ്ഞാണ്, പിന്നെയും ഞാനത് ചെയ്തു, പിന്നെയും നിന്റെ സന്നിധി വന്ന് ഞാൻ നിന്റെ സന്നിധിയിൽ കർത്താവെ ക്ഷമ ചോദിക്കുക. അപ്പം കർത്താവിന് പറയാനുള്ള എത്ര പ്രാവശ്യമാണെങ്കിലും അവൻ നമ്മളോട് ക്ഷമിക്കുന്ന ഒരു ദൈവമാ. നമ്മുടെ മരണക്കിടക്കയിൽ വെച്ച് പോലും നമ്മൾ ഹൃദയപൂർവ്വമായിട്ട് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണാം. എന്ന് വെച്ചിട്ട് മരണക്കിടയ്ക്ക് വേണ്ടി അത് ബാക്കി വെക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്.
ദൈവത്തിന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലാത്ത ക്ഷമയാണ്. എന്നാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ ഭാഗത്ത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ ഉള്ള കാര്യം എന്താ, നമുക്ക് ലഭിച്ച ക്ഷമയുടെ മാറ്റ് എന്താണെന്നും ആ ക്ഷമ ഏത് രീതിയിലുള്ളതാണെന്നും എത്രമാത്രം വിലപ്പെട്ടതാണെന്നും നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കടത്തിന്റെയും ഇതിന്റെയും ഒക്കെ കാര്യം പറയുമ്പം ഞാനും എന്റെ ആത്മീയ ജീവിതത്തിൽ ചില സഹോദരങ്ങളോട് എന്റെ ഓർമ്മയിൽ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ഞാനത് കൊടുക്കാൻ ഗത്യന്തരമില്ലാതെ കടം മേടിക്കുകയും എന്നാൽ തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് കഴിയാതെയും വന്ന ഒരു അവസ്ഥ എനിക്ക് ഇന്നും എന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്. പിന്നെ ആ വ്യക്തി എനിക്കൊരു 500 രൂപ മാസം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ നിലയിൽ അദ്ദേഹം ആ സപ്പോർട്ടിൽ അതങ്ങ് എന്ത് ചെയ്തു, ഒതുക്കിയ ഒരു അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്ക് എന്നാൽ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കും. വർഷങ്ങൾ മുന്നേ 10-30 വർഷം മുമ്പാണ്. എന്നാൽ തന്നെ ഇന്നും അദ്ദേഹത്തോടുള്ള കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ തന്നെ എന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ തുടർന്ന് ഞാൻ നോക്കുമ്പം അതിന്റെ എത്രയോ ഇരട്ടി ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും എനിക്ക് തരാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ. ഞാൻ എക്കാലത്ത് ഒരു കമ്പനി നടത്തുകയൊക്കെ ചെയ്ത കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതിലൊക്കെ ഉള്ള ആൾക്കാര് വരുന്ന ഉടനെ അഡ്വാൻസ് ഒക്കെ മേടിച്ചാ ജോലിയിൽ പ്രവേശിക്കുന്നത് തന്നെ. എന്നാ പോകുമ്പം അഡ്വാൻസും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു നിലയിലാ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ കടം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കടം കൊടുത്തില്ലെങ്കിൽ ആ രംഗത്ത് നിലനിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ മിക്ക കടങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ചില വലിയ എമൗണ്ടുകളൊന്നും എനിക്ക് തിരിച്ചു കിട്ടാൻ ഇടയായി തീർന്നിട്ട്, എന്നാൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. അങ്ങനെ തിരിച്ചു കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി നിർത്തേണ്ടി വന്നപ്പോഴത്തേക്ക് പല ജോലിക്കാരുടെ കയ്യിലും വലിയ വലിയ എമൗണ്ടുകൾ അവർക്ക് അവരുടെ വീട് വെക്കാൻ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ള എമൗണ്ടുകളൊക്കെ ഉണ്ട്. അവര് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് അതൊക്കെ ഇട്ടാ എനിക്ക് തന്നതെങ്കിലും ആ സ്റ്റാമ്പ് പേപ്പർ എവിടെ പോയി, എങ്ങനെയോ പോയി, എന്തോ പോയി. എന്നാൽ അത് ഒരു നിലയിൽ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിനെ ഹർട്ട് ചെയ്യും. എന്നാൽ തന്നെ അത് വിട്ട് കളയാനായിട്ട്. അപ്പൊ ഇത് ഈ രംഗത്ത് ഇച്ചിരി കൈ പൊള്ളിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കൈ പൊള്ളിയിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം എന്നാൽ തന്നെയും അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനും അവരൊക്കെ ഇന്ന് എന്റെ വീട്ടിൽ വരാനും പിന്നെയും ചില സമയത്തൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഇടയായിട്ടുണ്ട് എന്ന് ഓർക്കുമ്പം അവരുടെ തൊലിക്കെട്ടി ഓർത്ത് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇത്രയും തരാനുണ്ടായിട്ടും അവർ പിന്നെ എന്റെ അടുത്ത് വന്ന് ഡിമാൻഡ് ചെയ്യുക. അപ്പം നോക്കണമേ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോയ അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ തന്നെ ദൈവം എനിക്കൊന്നും കുറച്ചിട്ടില്ല. എപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പം മോനെ 50 രൂപ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 തരാൻ കഴിയുന്ന ദൈവത്തിലാ നീ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട എന്നോട് കർത്താവ് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ തന്നെ അനുഭവിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ ഇടയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാര്യം. വെറുതെ ആശ്വസിച്ചത് മാത്രമല്ല, അങ്ങനെ തന്നെ അത് അനുഭവിക്കാനും എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാ സത്യം. അതുകൊണ്ട് ഈ ചെറിയ കടങ്ങൾ ഉണ്ടായിട്ട് അത് ചെറിയ കടങ്ങൾ വാങ്ങുക എന്നുള്ള ഇന്നത്തെ ആൾക്കാരുടെ ഒരു രസമാണ്. നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ സാറേ ഒരു 500 രൂപ ഇങ്ങ് തന്നെ, ഒരു 1000 രൂപ ഇങ്ങ് താ, ഒരു 5000 രൂപ ഇങ്ങ് തന്നെ, ഇന്ന ആവശ്യത്തിനാ. അപ്പം ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന കടമൊന്നും അല്ല, വെറുതെ വെച്ചേക്കുവാ. നമുക്കറിയാമല്ലോ, ഇവിടെ ഈ 100 വെള്ളിക്കാശുള്ള ഈ കടംപെട്ട ഈ മനുഷ്യന് എപ്പം വേണേലോ കൊടുക്കാമായിരുന്നു. എന്നാൽ കൊടുക്കുന്ന കാര്യത്തിൽ ആ വ്യക്തിക്ക് വലിയ നിഷ്കർഷതയൊന്നും ഇല്ല. ഞാൻ മേടിച്ച അയാളുടെ കയ്യിലുണ്ടല്ലോ, ഇങ്ങ് തരട്ടെ എന്നുള്ള ഒരു നിലയിൽ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്ന അങ്ങനെയുള്ളവരെ കാണുമ്പം സത്യത്തിൽ ഇങ്ങനെയുള്ള പല കടങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന കൊണ്ടായിരിക്കും ഇതുണ്ടായത്. നമുക്കറിയാമല്ലോ, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അപ്പൊ ഈ ദാസന് ഇത്രയും എങ്ങനെയാ വന്ന് കടം മേടിച്ചതാണോ, ഇനിയിപ്പം രാജാവിന്റെ അടുത്ത് അത് വേല ചെയ്തുകൊണ്ടിരുന്നപ്പം അവൻ കണക്ക് തെറ്റിച്ചെടുത്തതാണോ, അല്ലെങ്കിൽ രാജാവ് അത് കണ്ടുപിടിച്ചതാണോ, നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളോ അല്ലാത്തവരും ഒക്കെ പെട്ടുപോകുന്ന ഒരു വലിയൊരു സാമ്പത്തിക പ്രശ്നമാണ് ഈ റോളിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്കിപ്പോ ഇന്ന് രാവിലെ ആർക്കെങ്കിലും ഒരു കാശ് കൊടുക്കാനുണ്ട്, അത് വേറൊരാളോട് മേടിച്ച് ഞാനത് കൊടുക്കുന്നു. അപ്പം ഇത് കൊടുത്തു, അതവിടെ ബാക്കിയായി. അവിടുന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി വേറെ എവിടുന്നെങ്കിലും എടുത്തു മറിച്ചു. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിൽ എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഒരു പ്രിയ മകനെ, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പരിചയമുള്ള ഒരു മകനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം
എന്നോട് പറഞ്ഞു നല്ല നിലയിൽ 1,50,000 രൂപ സാലറി ഉള്ള ആയിരുന്നു അപ്പൊ അവന്റെ ഭാര്യയ്ക്ക്. അവനും അതുപോലെ തന്നെ നല്ല കമ്പ്യൂട്ടർ ഇതുമൊക്കെ ആയിട്ട് എറണാകുളത്തൊക്കെ നല്ല ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരും കൂടെ തീരുമാനിച്ച് നമുക്കൊരു 10-20 ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ പുതിയ രീതിയിലുള്ള കൃഷിയും അതുപോലുള്ള കാര്യങ്ങൾ, കന്നാലി വളർത്തലൊക്കെ തുടങ്ങാമെന്ന് വെച്ച് വന്നു. അപ്പൊ അപ്പനും അമ്മയും വിശ്വാസികളാ, ഇവൻ ഒരു വിശ്വാസിയല്ല. അപ്പനെയും അമ്മയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അവിടെ കാണാനിടയായി തീർന്നു. എന്നാൽ ഇവര് ഇങ്ങനെയൊക്കെ വിചാരിച്ച് വന്ന് തുടങ്ങി 10-20 ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് ഫാമിങ്ങും ഒക്കെ തുടങ്ങി. നമ്മൾ ഇന്ന് പല മാസികയിലും ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഫാമിങ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഫാം ഫാം ടൂറിസമോ അങ്ങനെ ടൂറിസം തന്നെ ഇന്നുണ്ടെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു ഇത്. അപ്പം എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഈ കന്നാലികളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങ് ചത്തൊടുങ്ങി. അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല. ഇന്ന് വലിയൊരു എമൗണ്ട് കടത്തിൽ കിടന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനല്ല, ഈ കടം വിട്ടാനും പലിശ കൊടുക്കാനും തന്നെ അവർക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കാനിടയായി തീർന്നു. അപ്പം അവനോട് പറഞ്ഞു, മോനെ എന്തൊക്കെയാണെങ്കിലും ദൈവം വഴി കണ്ടിട്ടുണ്ട്, നീ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യരുത്, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ ആശ്വസിപ്പിച്ചെങ്കിലും ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഈ എങ്ങനെയാ ഈ കടം ഉണ്ടാകുന്നത്? ഞാന് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. ഒരു ബാങ്ക് മാനേജറുടെ കഥയാണ്. അത് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയപ്പോൾ അദ്ദേഹം അവിടെ കടന്നു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇത്രയൊക്കെ ശമ്പളം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ കടമൊക്കെ വന്ന്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ വീട്ടുകാർ ഒരു ദിവസം വന്നപ്പം ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഞാൻ ഒരു 10,000 രൂപ രസത്തിന്, എന്റെ കാശുണ്ട് എന്നാലും വെറുതെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, സാറേ കാശ് വല്ലോ വേണോ, കാശ് വല്ലോ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രസത്തിന് ഒരു 10,000 രൂപ എടുത്തയാ. എന്നാൽ ഇന്ന് നിലയില്ലാ കയത്തിൽ അവൻ ആയിത്തീർന്നത്, അദ്ദേഹം ആയിത്തീർന്നത് പോലെ ആത്മഹത്യ അല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അത് വിവരിക്കുന്നില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ബ്ലേഡെ തുടരുത്, കൈ മുറിയും എന്ന് എപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും പറയാറുണ്ട്. ബ്ലേഡെ തുടരുത് പ്രിയപ്പെട്ടവരെ, ബ്ലേഡെ തൊട്ടാൽ കൈ മുറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ അല്ലത്. കാരണം നമ്മൾ അതുപോലുള്ള നിലയില്ലാ കയത്തിലായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വിശ്വാസി നിയന്ത്രണം വെച്ചില്ലെങ്കിൽ അവൻ ഒരു അവിശ്വാസിയെക്കാളും അധമനായി തീരുന്ന അനുഭവത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഉള്ളത് ഒരു കഞ്ഞിവെള്ളമാണെങ്കിലും അത് നമുക്ക് കുടിച്ചിട്ട് നമുക്ക് ഇത് കിടന്നുറങ്ങാവുന്നതേ ഉള്ളൂ. എന്നാൽ കടം മേടിച്ച് നമ്മൾ ഇന്നതുപോലെ ഞാൻ ജീവിക്കത്തുള്ളൂ, ഇന്നതുപോലെ ഞാൻ നടത്തത്തുള്ളൂ, ഇതാണ് എന്റെ സ്റ്റാൻഡേർഡ്, ഇന്ന ഷർട്ടേ ഞാൻ ഇടുകയുള്ളൂ, ഇന്ന കാറേ ഞാൻ ഓടിക്കുകയുള്ളൂ, അത് കുറഞ്ഞതൊന്നും എനിക്ക് പറ്റത്തില്ല, അത് എങ്ങനെയാണെങ്കിലും ഞാൻ അത് സംഘടിപ്പിക്കും എന്നുള്ള നിലയിൽ ജീവിതത്തിനല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിനല്ല നമ്മൾ സ്റ്റാൻഡേർഡ് വെക്കേണ്ടത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിനാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടത്. എന്നാൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പല സഹോദരങ്ങൾക്കും വളരെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു. ഇന്നത്തെ ഈ ഉപഭോക്തൃ സംസ്കാരം എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ഓരോ സാധനങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നു. അതിന് പിന്നെ EMI ഉണ്ട്, തവണകളായിട്ട് അടച്ചാൽ മതി എന്നൊക്കെയുള്ളത് സത്യമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അങ്ങനെ എടുത്ത് കാൽ വെക്കുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാം. ഇവിടെ ഇരിക്കുന്നതിന് ഒരു വ്യക്തി, ഞാൻ ആളെ പറയുന്നില്ല, എന്നാൽ തന്നെ അദ്ദേഹം ഒരു മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഒക്കെ പഠിച്ച് തുടങ്ങി ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സാണ് അത്. പഠിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ സഹോദര, എവിടെങ്കിലും വല്ലോ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിലോ ഒക്കെ ചെറിയ അഡ്ജസ്റ്റഡ് റൂമുകൾ കാണുമല്ലോ, അത്രയും ഒരു സ്ഥലം മതി എന്റെ ബ്രദറെ അത് നടത്താൻ. ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യും, ഇതൊക്കെ ചെയ്യും. എന്നാൽ അദ്ദേഹം അത് കൂട്ടാക്കാതെ അദ്ദേഹം ആ ടൗണിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ടൗണിലെ ഒരു പ്രധാനപ്പെട്ട കട പോയി എത്രയോ ലക്ഷം ഇങ്ങനെയൊക്കെ ആ നിലയിൽ അവത് എടുക്കുകയും ബിസിനസ് നടത്തുകയും, എന്നാൽ ബിസിനസ് പരാജയപ്പെട്ട് വലിയൊരു സംഖ്യയുടെ കടക്കാരനായിട്ട് തീരാനിടയായത്.
അത് അദ്ദേഹം എന്നോട് ക്ഷമിക്കണം, ഞാൻ പൊതു നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പൊ ആയിത്തീരുക നമ്മുടെ കണക്കുകൂട്ടലുകൾ ഇതുപോലൊക്കെ എനിക്ക് വരാം, എനിക്ക് ഇതുപോലൊക്കെയുള്ള ബാധ്യതകൾ ഉണ്ട്, ഇൻകം ഒക്കെ വരും, അന്നേരം ഞാൻ ഈ മലർപ്പൊടിക്കാരന്റെ ചിന്ത പോലെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് കൈ കാശ് തന്നാൽ നമ്മൾ അതിനു വേണ്ടി ചെലവാക്കാം. വരാൻ പോകുന്ന കാശിനെ ഓർത്ത് ഇപ്പോഴേ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ ആ കാശ് വന്നില്ലെങ്കിൽ എന്നാ ചെയ്യും? കിട്ടാൻ പോകുന്ന ഒരു കാര്യത്തെ കണക്ക് കൂട്ടി ഇന്ന ദിവസം എനിക്ക് ഇന്നതുപോലെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കും ഈ കാര്യങ്ങൾ? രാജാവിന്റെ ദാസനാണ്, എന്നാൽ ഈ ഇത്രയും 10,000 താലന്ത് എന്ന് പറയുമ്പം അദ്ദേഹം അതിനുള്ളിൽ മുങ്ങിച്ചാകുകയെ രക്ഷയുള്ളൂ. കാരണം അദ്ദേഹം പറയുക തന്നു വീട്ടാമെന്ന് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിന് ക്ഷമിച്ചു കൊടുത്തത്? എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒരു ഫോഴ്സ് കാണുന്നു. എന്നാൽ നമുക്കൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുകയോ നമ്മൾ ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരോട് ഒരു നമുക്കൊരു മമതയുണ്ട്. കാരണം അവരുടെ മക്കള്, അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തണം, നല്ലൊരു വീട്ടിൽ അവർ കിടക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ഭാവത്തിലാണ് ഇവന്റെ ഈ വല്ലാത്ത അവസ്ഥ കണ്ടിട്ട് ക്ഷമിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ പൊള്ളയായ വാഗ്ദാനത്തിൽ ആശ്രയിച്ചിട്ടല്ല. അത് എന്നോടും ചിലർ പറയാറ്, സാറേ ഈ മാസം തന്നു തീർക്കാം. എവിടെ? എത്രയോ വർഷങ്ങളായിട്ട് കിട്ടാക്കടം പോലെ കിടക്കുന്ന കാര്യങ്ങളും. നമ്മൾ അതിൽ നോക്കി ഭാരപ്പെടാനോ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം ധ്യാനിക്കാനോ പ്രസംഗിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു നിലയിൽ അതിനെപ്പറ്റി ചെയ്യാറില്ല. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ദൈവഭക്തൻ പറഞ്ഞ പോലെ കർത്താവ് കയ്യിൽ തരുമ്പം മാത്രമേ അത് കിട്ടി എന്ന് വിചാരിക്കാവൂ. അല്ലാതെ കിട്ടാൻ പോകുന്ന കാശിനെ ഓർത്തിട്ട് ഓൾറെഡി ചെലവ് ചെയ്ത് അത് കിട്ടുമ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ പല സഹോദരങ്ങളും പല വ്യക്തികളും ആപ്പിലായി പോകുന്നത് ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടാണ്. കഴിവിന്റെ പരമാവധി നമ്മൾ അത്തരം കാൽക്കുലേഷൻസിലേക്ക് പോകാതെ ദൈവം നമുക്ക് നൽകിയ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പോസിറ്റീവായിട്ട് അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് കുറച്ചേ ഉള്ളെങ്കിലും അത് സംതൃപ്തിയോടെ ഇരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേ. കാരണം ഇത്രമാത്രം ചിന്തയില്ലാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഈ കാര്യവിചാരകന്റെ കാര്യം പറഞ്ഞതുപോലെ നാനാവിധമാക്കി കളഞ്ഞതുകൊണ്ടോ ഏതോ നിലയിൽ ഇത്രയും വലിയൊരു കടം വന്നേ. ജോലി ചെയ്യുന്നു, ദാസനാണ്, ഇത്രയും വലിയൊരു കടം അവന്റെ ജീവിതത്തിൽ വന്നു. അത് അവന്റെ കുറവ് തന്നെയാ. എന്നാലും ആ കടം മുഴുവൻ ആ യജമാനൻ ക്ഷമിച്ചു കൊടുത്തു, രാജാവ് ക്ഷമിച്ചു കൊടുത്തു. കാരണം അവന്റെ മക്കളെയും ഭാര്യയെയും ഒക്കെ വിറ്റ് കഴിഞ്ഞാലും അവിടെ വായിക്കുന്ന അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനോട് നമസ്കരിച്ചു. യജമാനനെ, എന്നോട് കരുണയുണ്ടോ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, നമുക്ക് പലരുടെയും കഴുത്തിന് കയറി പിടിക്കാം. നമ്മൾ ഇന്ന് പിടിച്ചിട്ട് നാളെ നമുക്കും ഇതുപോലൊരു സാഹചര്യം, എത്ര നമ്മൾ ബുദ്ധിപരമായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇതൊന്നും വരികയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വരികയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം എന്റെ ദൈവമേ, ഞാനും ഇതുപോലെ ആയിത്തീരാൻ സാധ്യതയുള്ള ഒരുത്തനായിരുന്നു. അതുകൊണ്ട് അവന്റെ കൊത്തിന് കയറി പിടിക്കണ്ട, അല്ലെങ്കിൽ അവനോട് ഇച്ചിരി ദയവ് കാണിക്കാം. നമുക്കറിയാം പല വിഷയങ്ങളും നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് വലിയൊരു കടം തരാനുള്ള ഒരു വ്യക്തിയുണ്ട്. എന്നാൽ ഞാൻ പിന്നത്തേതിൽ അറിഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസറാണ്. നാളുകളായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലും RCCയിലും ഒക്കെ ചികിത്സിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഹൃദ്രോഗം, ഉള്ളത് കൂടുതലും പെണ്ണുമക്കൾ. ഏറ്റവും ചെറിയൊരു മകനുണ്ട്, ആ മകൻ മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഗവൺമെന്റിന്റെ വലിയൊരു കോടിക്കണക്കിനുള്ള ഒരു ബില്ല് പാസ്സാകാതെ ഇന്നും പെൻഡിങ്ങിൽ കിടക്കുക. ഞാൻ എങ്ങനെ ഈ പുള്ളിയോട് പോയി ചോദിക്കും? എനിക്കൊരു 7 ലക്ഷം രൂപയെ തരാനുള്ളു. എന്നാൽ തന്നെ എങ്ങനെ ഈ പുള്ളിക്കാരനോട് പോയി ഞാൻ ചോദിക്കും? എന്ത് വകുപ്പ് ചോദിക്കും? അവൻ എന്നെക്കാളും വലിയ തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുക. അത് എങ്ങനെ ഞാൻ ചോദിക്കും? പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തി കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പം, ഞാനാണ് ആ സാഹചര്യത്തിലൂടെ പോകുന്നതെങ്കിൽ നമുക്കത് തോന്നും, അയ്യോ, ഹാർഷായിട്ടൊരു വാക്കും പറയണ്ട, ഹാർഷായിട്ടൊന്നും പറയണ്ട.
കാരണം ഈ വാക്കുകളൊക്കെ പറയുമ്പം ഇതേ കാര്യങ്ങൾ നമുക്കും ഇതേ അളവിൽ അളന്ന് കിട്ടും എന്ന് നമ്മൾ ഓർക്കുമ്പം, എന്റെ കർത്താവെ, സകലവും സമൃദ്ധിയായി നൽകാൻ കഴിയുന്ന നിന്റെ കരത്തിൽ ആശ്രയിക്കുക. അല്ലാതെ അവൻ അത് എനിക്ക് തിരിച്ചു തരുന്ന ദിവസം ഞാനൊരു മാളിക പണിയും എന്നൊന്നും വെച്ച് ഞാൻ ഇരിക്കുവല്ല. ഞാൻ നിന്റെ ആ കരുണയിൽ ഞാൻ ആശ്രയിക്കുക. അവന് തരാൻ തക്കവണ്ണം സാഹചര്യം ഉണ്ടാക്കണമേ, അവന് മനസ്സ് കൊടുക്കണമേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഞാൻ ബിസിനസ് ചെയ്ത സമയത്ത് കൂടുതലും പ്രാർത്ഥിച്ചിട്ടുള്ളത് അങ്ങനെ, ദൈവമേ അവന് എനിക്ക് തരാനായിട്ട് മനസ്സ് തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കാക്ക എപ്പോഴെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കുമോ എന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഉള്ള ചില വ്യക്തികളെ കൊണ്ട് എനിക്ക് തെരിയിക്കാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പലതും നമ്മൾ ചെയ്യും. ദൈവം നമ്മുടെ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ പോലും നമ്മളെ രൂപാന്തരപ്പെടുത്താനും നമ്മളെ ക്ഷമ പഠിപ്പിക്കാനും ഫൊർഗീവ്നെസ് പഠിപ്പിക്കാനും ഒക്കെ ദൈവം ചില സാഹചര്യങ്ങൾ ഒരുക്കുമെങ്കിലും ദൈവമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദൈവം ഇതിന്റെ മധ്യത്തിലുണ്ട്. ദൈവത്തെ മറന്ന് നമ്മൾ ഒന്നും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അത്രയും ക്ഷമിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നുള്ള പ്രധാന പ്രശ്നം ഈ ക്ഷമ മറന്നു പോകുന്നു എന്നുള്ളത്. ആ പത്രോസ്ലിയ തന്റെ ലേഖനത്തിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ക്ഷമ മറന്നുപോയി, ദൈവം ക്ഷമിച്ച രീതി മറന്നുപോയി. ഇപ്പം മനസ്സിൽ വിചാരിക്കുന്ന ഇവനെ പോലുള്ള ഇങ്ങനെ കടം മേടിക്കുകയും തിരിച്ചു കൊടുക്കണമെന്ന് ബോധമില്ലാത്തവന്മാരെ കൊണ്ടല്ലേ ഞാൻ ഈ ഗതിയിലെത്തിയത്. അവൻ ഈ 100 വെള്ളിക്കാശ് തിരിച്ചു കൊടുത്താലും ഈ വലിയ കടത്തിൽ ഇതൊന്നും ആകാൻ പോകുന്നില്ല. എന്നാൽ തന്നെ തനിക്കുണ്ടായ അപമാന ഭാരമൊക്കെ ഇവരെ കൊണ്ടല്ലേ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുക. എന്നാൽ തനിക്ക് ഇത് ഇളച്ചു തന്ന ആ അനുഭവം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയോട് അങ്ങനെ പെരുമാറാനായിട്ട് ഇടയായിട്ട് തീരത്ത്. നമ്മൾ ഓർക്കും, എന്റെ എന്തെല്ലാം കുറ്റങ്ങൾ, എന്റെ എല്ലാം പാപങ്ങൾ, എന്റെ എന്തെല്ലാം കുറവുകൾ, ചെളിയിലേക്ക് തിരിയുന്ന പന്നിയെ പോലെ, സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന നായെ പോലെ ആയിത്തീർന്നിട്ടുള്ള എന്തെല്ലാം അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ കർത്താവ് എല്ലാം ക്ഷമിച്ചു തന്നു. ഇന്നും മോനെ, നീ എനിക്ക് പ്രഷ്യസ് ആണ്, ഞാൻ നിന്നെ എന്റെ മാറോട് ചേർക്കുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല എന്നുള്ള വാഗ്ദത്തം പിന്നെയും നമുക്ക് ഉറപ്പിച്ചു തരുന്ന ഈ കർത്താവ്, അവന്റെ സ്നേഹത്തെ വീണ്ടും അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ വേറൊരു വ്യക്തിയോട് കരുണയില്ലാത്ത നിലയിൽ ഇടപെടാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് രസം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. അപ്പൊ എന്നെ ഒരു എമൗണ്ട് എനിക്ക് തരാനുള്ള ഒരു വ്യക്തി ഇപ്പം നമ്മുടെ കൂട്ടായ്മയിലില്ല. കൂട്ടായ്മയിലുള്ള സമയത്താണ് മേടിച്ച് അതുകൊണ്ട് പോയി. ഞാൻ കാത്തിരിക്കുക, ഇപ്പൊ തരുമായിരിക്കും. എന്നാൽ നമുക്കറിയാം, പാസ്റ്ററെ ഗൂഗിൾ പേ ഇല്ലേ, ഒരു 2000 രൂപ കൂടെ അതിലേക്ക് ഇട്ടേക്കാൻ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. കാരണം തരുന്ന കാര്യമൊക്കെ മറന്നു. പിന്നെയും പറയും, ഒരു 2000 രൂപ കൂടെ അതിലേക്ക് ഇട്ടേക്കാൻ. ഉടനെ 2000 രൂപ ഗൂഗിൾ പേയിൽ അതിലിട്ടുക. അത് വെച്ച് കഴിഞ്ഞാൽ കാരണം ഗത്യന്തരമില്ലാതായിരിക്കും വിളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുവോ? ഒരിക്കലും വിളിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടി ഇതുപോലെ തന്നെ ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നും ഇവരാരും തിരിച്ചു തന്നിട്ടല്ല നമ്മളിനി നേരെയാകാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് ഇതിനൊക്കെ അതിന് റിപ്ലനിഷ് ചെയ്യും. അതിനെ കുറഞ്ഞതിനെയൊക്കെ നമുക്ക് കൂട്ടിത്തരും. അമർത്തിക്കുലുക്കി കവിയുന്ന നല്ലൊരളവ് നമുക്ക് തരും. നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ആ നിലയിൽ ഒരു ഇതുണ്ടാകാതെ വേണം കർത്താവ് സൂക്ഷിക്കും. അതിന് എന്റെ ദൈവം ശക്തനാണ് എന്നുള്ള ഒരു നിലയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത്. അല്ലാതെ ഇവര് തന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു നിലയിലല്ല. നോക്കിയാട്ടെ, യജമാനനെ 100 വെള്ളിക്കാശ് കടംപെട്ടവനെ കണ്ടപ്പോൾ അവനെ എന്നോട് ക്ഷമ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് തടവിലാക്കിച്ചു എന്ന് പറയും. അവന് ലഭിച്ചത് മനസ്സിലാക്കാതുള്ള ക്രിസ്ത്യ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. ഈ ക്ഷമയുടെ മാറ്റം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനപ്പെട്ട സംഭവം മറന്നുപോയി. ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവമേ അന്നേരം ഞാൻ ഇന്നതിന് ചോദിച്ചു, നീ എനിക്കത് തന്നില്ല, ഞാൻ ഇന്ന കാര്യം നിന്നോട് പറഞ്ഞു, അത് തന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദൈവമായിട്ടുള്ള ബന്ധം പോകുന്നത്. എന്നാൽ ഒരിക്കലും കിട്ടാക്കടൻ ക്ഷമിച്ചു തന്ന ഒരുത്തരാണ് ഞാൻ. ആ കിട്ടാക്കടൻ ക്ഷമിച്ചു തന്നതിന് ജീവിതകാലം മുഴുവൻ
അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത ഇത്ര ഭീമമായ കടം ക്ഷമിച്ചു തന്ന ദൈവം കർത്താവാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ അവന് ബാധ്യസ്ഥനാണ്. ഇനിയും ദൈവം എന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തില്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ ജീവിതകാലം മുഴുവൻ സേവിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ചിന്തയല്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന കാര്യം, മാതാപിതാക്കളുള്ള ബന്ധത്തിൽ, മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുള്ള ബന്ധത്തിൽ, നമ്മൾ ഈ ലോകത്തിൽ ഒരുപക്ഷെ ജീവിക്കാൻ തന്നെ കാരണമായി തീർന്നേക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയുമ്പോൾ, വീതം വെച്ചപ്പോ എനിക്ക് 1 സെന്റ് കുറവായിരുന്നു. ഇന്നത്തെ പ്രശ്നം അതാ. എന്നാൽ വീതം വെച്ചപ്പോ 1 സെന്റ് കുറഞ്ഞത് പോട്ടെ, അല്ലെങ്കിൽ വിളമ്പിയപ്പം വലിയൊരു അപ്പം അവന് കൊടുത്തു, ചെറിയതാ എനിക്ക് തന്നു, അത് പോട്ടെ. ഇത്രയും നാള് വളർത്തിയില്ലേ, ഇത്രയും നാള് കൊണ്ടുവന്നില്ലേ, ഇത്രയും നാള് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് കാരണമായി തീർന്നില്ലേ? ഇനിയിപ്പോ ഒരു ചെറിയ അപ്പം കിട്ടിയെന്ന് വെച്ചോ, വീതം വെച്ചപ്പോ 1-2 സെന്റ് കുറഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് അപ്പനമ്മമാരോട് എതിർക്കാനും വിഷമിക്കാനും ഇടയായി തീരാമോ? ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള പരീക്ഷണം നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. സുവിശേഷ വേല ചെയ്യുകയും എന്റെ സഹോദരങ്ങളൊക്കെ അല്ലാതെ ഉള്ള കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു കാലത്ത് ഈ വീട്ടിലുള്ള ഏറ്റവും സാമ്പത്തിക ശേഷി കുറഞ്ഞവനായിരുന്നു ഞാൻ എന്നുള്ള ഒരു സത്യം. അതുകൊണ്ട് എന്റെ പരസ്യമായിട്ട് എന്റെ മാതാപിതാക്കൾ എന്നെ പലപ്പോഴും എന്റെ മനസ്സിന് മുറിവേൽക്കത്തക്കവണ്ണം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഒക്കെ ശരിയാ. അവര് വിചാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള മക്കളുടെ കൂടെ ഒക്കെ അവർക്ക് ജീവിക്കാം, അതാണ് ദൈവം അവരെ കുറിച്ച്. എന്നാൽ ഈ ഒന്നുമില്ലാത്തവന്റെ അടുത്ത് തന്നെ എന്റെ മാതാപിതാക്കൾ കടന്നു വരാനും അവര് ചെയ്തതോ പറഞ്ഞതോ ഒന്നും ഒരിക്കലും ഓർക്കാതെ അവർ കിടന്ന കിടപ്പിൽ അവരുടെ മലമൂത്രങ്ങൾ വരെ വർഷങ്ങൾ അത് എടുക്കാനും അത് ചെയ്യാനും തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർന്നു. കാരണം 1-2 കാര്യത്തിൽ അവരെന്നോട് പറഞ്ഞ് എന്നെ ഹർട്ട് ചെയ്ത് കാണും. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് കൊടുത്തു വീട്ടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവരെനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ള ആ വലിയ സത്യം ഓർക്കുമ്പോൾ അവരെന്നോട് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പറയാൻ അവകാശമുണ്ട്, വേദനിപ്പിക്കാൻ അവകാശമുണ്ട്. അവരതിൽ ചെയ്തതിലൊന്നും ഭാരപ്പെടേണ്ട ഒരു വിഷയവുമില്ല എന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് തീരുമാനിക്കാനായിട്ട് ദൈവം ഇടയാക്കി. വളരെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെയാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ ഓരോ കമന്റിലൊക്കെ ഓരോരുത്തർ ഓരോന്ന് എഴുതുമ്പോഴും ഞാൻ ചിന്തിച്ചു. കാരണം എന്റെ അയൽവക്കത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നമ്മുടെ ദിനേശ് ബാബു ബ്രദറിനും ഇവരൊക്കെ ഇരിക്കുന്ന ചിലർക്ക് അറിയാം. തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ്. നല്ല ചെന്തമിഴിൽ എന്നെ 10-15-20 വർഷം എന്നെ തെറി വിളിച്ചവർ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ എന്റെ വീടിന് കല്ലെറിയ, വാഹനത്തിന് കല്ലെറിയ, എല്ലാം മദ്യപിച്ചിട്ട്, അല്ലാത്ത സമയത്ത് പാസ്റ്ററാ. അപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ തെറി കേട്ടിട്ട് രാത്രി കാലങ്ങളിൽ എന്റെ വീടിന്റെ പുറത്തിറങ്ങുന്ന ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവ്, എത്ര തെറിയ, എന്തുമാത്രം ആ തെറി കേൾക്കുന്നത്. അതുകൊണ്ട് ഈ തെറി കേൾപ്പിച്ച് എന്നെ ഒരു സീസൺഡ് ആക്കി എന്റെ കർത്താവ്. അതുകൊണ്ട് ഈ ക്ലബ് ഹൗസിൽ ഇടുന്ന കമന്റോ ആരെങ്കിലും 2 വാക്ക് പറയുന്നതൊന്നും കേട്ട് വാടാനൊന്നും ദൈവം ഇടയാക്കിയിട്ടില്ല. കാരണം ഇതിനേക്കാളും വലുതാ കേട്ടേക്കുന്നത് തൊട്ട അയൽവക്കത്തുനിന്ന്. എന്നിട്ട് അവസാനം അവൻ കഴിഞ്ഞൊരു ദിവസം വെള്ളത്തിൽ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഞാനിവിടെ സ്ഥലത്തില്ല. എന്നാൽ തന്നെ ആ സമയത്ത് അവനെ മറവ് ചെയ്യാൻ പോലും ആരുമില്ല. എന്നാൽ അവന് അവന്റെ ശവശരീരം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മറവ് ചെയ്യാൻ, കാരണം ലാസ്റ്റ് 2 ആഴ്ച ആരാധനയ്ക്ക് വന്നു, എന്നിട്ട് മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പല നിലകളിൽ നമുക്ക് വിഷമവും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണത്. ക്ഷമ ഒരു എക്സ്പെൻസീവ് ബിസിനസ്, അത് യാതൊരു സംശയവും ഇല്ല. അതിനൊരു വിലയുണ്ട്. ക്ഷമയെന്ന് പറയുന്ന ആ സാരമില്ലാത്ത കാര്യത്തിന് മേത്ത് അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടയിൽ ഒരു തുരുമ്പ് വന്ന് വീഴുന്ന പറഞ്ഞാൽ തട്ടിക്കളയുന്ന പോലെ കളയുന്നതല്ല. അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി കോസ്റ്റ്ലി തിങ്. നമ്മളെ അത് ഹർട്ട് ചെയ്യും. അതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് വചനം പറയുക, ഞാൻ നിങ്ങളോട് ക്ഷമിച്ച ക്ഷമയോർത്തിട്ട് നിങ്ങൾ ക്ഷമിക്കണം. കർത്താവെ, നീ അകൃത്യം കണക്കിട്ടാൽ ആര് നിന്റെ മുന്നിൽ നിൽക്കും? ഞാൻ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ നാം പൊടിയെന്നവൻ ഓർക്കുന്നു. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അടിസ്ഥാനപരമായിട്ട് ഒരു വലിയ പ്രതികാര ബുദ്ധിയും ഇതൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എനിക്ക്. ഇതൊക്കെ ഓർത്ത് വെക്കുന്ന ഒക്കെ സ്വഭാവമുള്ളവനാ. എന്നാൽ
കർത്താവ് എന്നോട് ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ളത് ഈ ക്ഷമ എന്നുള്ള ഒരു വിഷയത്തോടുകൂടാ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 40 വർഷത്തിലധികം എന്നോട് ഇടപെട്ടേക്കുന്നത് ക്ഷമയോടുള്ള ബന്ധത്തിൽ. ക്ഷമയോടുള്ള ബന്ധത്തിൽ ഇന്നും ഇടപെടുന്നത് ആ ക്ഷമയോടുള്ള ബന്ധത്തിലാണ്. അതിൽ പൂർണ്ണനായി എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. ക്ഷമയോടുള്ള ബന്ധത്തിലാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷമ എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ചിലതൊക്കെ ഓർത്ത് വെച്ചോണ്ടിരുന്നാൽ ഈ ഓർത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് അവൻ ഏതാണ്ട് കുറവ്. ഇത് ഓർത്ത് വെച്ചോണ്ടിരിക്കുന്ന എനിക്കാ അതിന്റെ കുഴപ്പം, എനിക്കാ അതിന്റെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ ആ മാറ്റം എന്താണെന്നും അതിന്റെ ആഴം എന്താണെന്നും നമുക്ക് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാം. എന്ന് മാത്രമല്ല, അതുപോലെ ക്ഷമിക്കാനാണ്. അതാണ് കർത്താവെ. അല്ലാതെ നമ്മൾ അങ്ങ് എല്ലാം കൂടെ ചെയ്യാത്ത കാര്യവും ചെയ്തു എല്ലാം ശരിയായി, രക്ഷിക്കപ്പെട്ടതോടെ എല്ലാം കംപ്ലീറ്റ് ആയി, ഞാൻ അന്ന് തൊട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്ന് സത്യത്തിന് വിരോധമായിട്ട് ബോഷ്ക്ക് പറയാനല്ല. അത് ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ശോധന ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത് നമുക്കത് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയും അവന്റെ വിശുദ്ധിയും അവന്റെ നിലവാരവും ഒക്കെ നോക്കുമ്പോൾ നമ്മളെങ്ങും എത്തിയിട്ടില്ല എന്നും ഇനി എത്രയോ മൈൽസ് ആൻഡ് മൈൽസ് ടു വാക്ക് എന്ന് നെഹ്റു എഴുതി വെച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ എത്രയോ കാലങ്ങൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഞാനിന്ന് എന്റെ പ്രസംഗ സമയം മുഴുവൻ ഉപയോഗിക്കുന്നില്ല. ഇനി കൂടുതൽ പറയാൻ ആഗ്രഹിക്കും. ഇത്രേ എനിക്കിന്ന് പറയാനായിട്ടുള്ളൂ. അവൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞതിനെ യജമാനൻ ക്ഷമിച്ചത് ഇവന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പറഞ്ഞ മനസ്സിലായോ? കൊടുക്കാവുന്ന കടമായിരുന്നു രണ്ടാമത്തവൻ ചെയ്തത്, അവൻ കൊടുത്തില്ല എന്നുള്ളതും ഇത്ര ഈ കടം എങ്ങനെ ഉണ്ടായി, ക്ഷമ തിരികെ എടുത്തു. അതെനിക്ക് അബ്രഹാം പാസ്റ്റർ പറഞ്ഞപ്പോ ടച്ച് ചെയ്ത കാര്യം. ചിലരുടെ വിചാരം ഈ ക്ഷമയെന്ന് പറയുന്നത് അതുപോലെ ഉള്ളതാണ്. ക്ഷമ തിരികെ എടുത്തു. ക്ഷമിച്ചിട്ടും ക്ഷമയുടെ മാറ്റ് തിരിച്ചറിയാൻ കഴിയാത്തവന് പിന്നെ അവനോട് ക്ഷമിച്ചിട്ട് എന്നാ കാര്യം? നമുക്ക് പ്രാർത്ഥിക്കാം.